ട്രാൻസ്ഫറായി അവരെത്തിച്ചേർന്നത് ഒരു പാഴടഞ്ഞ ബംഗ്ലാവ് നിൽക്കുന്നതിൻ്റെ തൊട്ടു മുന്നിലുള്ള വീട്ടിലേക്കായിരുന്നു. അവിടെ ആയിരുന്നു അവർക്ക് ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്ത ഒരു ക്വാർട്ടേഴ്സ് ലഭിച്ചത്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ കഥ കേൾക്കാം നമുക്ക്. ജനാർദ്ദനനും അവരുടെ ഭാര്യയും 2 മക്കളുമായിരുന്നു അങ്ങോട്ട് താമസത്തിനെത്തിയത്. ജനാർദ്ദനൻ അവിടെയുള്ള ഒരു ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ലഭിച്ചത് ഇത്തരത്തിലുള്ള ഒരു വില്ലേജിലേക്കായിരുന്നു അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ലഭിച്ചത്. അദ്ദേഹം ട്രാൻസ്ഫറായി പോകുന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും അങ്ങോട്ടേക്ക് എത്തി. അവർ 2 പേരും അങ്ങോട്ടേക്ക് എത്തിയ സമയത്താണ് അവരെല്ലാവരും അവർക്ക് താമസിക്കാനായി ലഭിച്ച വീടിന് മുന്നിൽ നിൽക്കുന്ന ഒരു പഴയ ബംഗ്ലാവ് കണ്ടത്. ഒരു പടുകൂറ്റൻ ബംഗ്ലാവ്, ഒരു വലിയ വീടെന്നവണ്ണം വലുതായിരുന്നു അത്. എന്നാൽ അതിൻ്റെ വാസ്തുശില്പിയും അതിൻ്റെ പണി തീർത്തതുമെല്ലാം കണ്ടിട്ട് ഒരു പാലസ് ലുക്കിലായിരുന്നു ആ ഒരു ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ഒരുപാട് നാളായി ആൾ താമസമില്ലാത്തത് കൊണ്ട് തന്നെ അതല്പം ഹോണ്ടഡ് പോലെ, അല്ലെങ്കിൽ വളരെ വൃത്തിഹീനമായ രീതിയിൽ കാട് പിടിച്ച് പലയിടങ്ങളിലും പൊട്ടി വീഴാറായ രീതിയിലൊക്കെയായിരുന്നു ആ ഒരു വീട് നിന്നിരുന്നത്. ജനാർദ്ദനനും അവരുടെ ഭാര്യയും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആ വീട്ടിൽ ആരുമില്ലേ, എന്താണ് ആ വീട് അങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ച് ചെന്നിരുന്നു. ആ സമയത്ത് ആരും പ്രോപ്പറായിട്ട് അത്ര വലിയ മറുപടി ഒന്നും കൊടുത്തില്ല. അതാരോ 25 വർഷം മുന്നേ ഒക്കെ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നീട് ആരും ആ വീടിനെ തിരഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ഓണേഴ്സ് ആരാണെന്ന് പോലും ഇവിടെയുള്ളവർക്ക് പലർക്കും അറിയില്ല. പണ്ട് കാലത്ത് ജീവിച്ചിരുന്നവരൊക്കെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്കതൊക്കെ വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും. എന്തായാലും അവിടേക്കൊന്നും അധികം പോവാൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഭദ്രമായി കഴിയണം എന്ന് കൂടി അവിടെ ചോദിച്ച ചിലരിൽ അവരോട് പറയുകയുണ്ടായി. എന്നാൽ ഒരുപാട് കാലം സിറ്റിക്ക് നടുവിൽ ജീവിച്ചത് കൊണ്ട് തന്നെ ഈ അമാനുഷികമായ കാര്യങ്ങളിലൊന്നും അവർക്കാർക്കും തന്നെ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ജനാർദ്ദനനും അവരുടെ 2 മക്കൾക്കും. ലക്ഷ്മി ഭാര്യയായിരുന്നു. ലക്ഷ്മി അല്പം ദൈവവിശ്വാസിയായിരുന്നു എന്നൊഴിച്ചാൽ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അധികം വിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരുന്നു ആ വീടിനെ കുറിച്ച് പിന്നീട് ലക്ഷ്മിയും വീട്ടുകാരും അധികം ചിന്തിച്ചിരുന്നില്ല. ഏകദേശം 20 ദിവസത്തോളം അവരുടെ ജീവിതം അവിടെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയി. ആ സമയത്താണ് ജനാർദ്ദനന്റെ 2 മക്കൾക്കും തൊട്ടടുത്തുള്ള കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഒരാൾ മകനും ഒരാൾ മകളുമായിരുന്നു. ആദ്യം അഡ്മിഷൻ ലഭിച്ചത് മകനായിരുന്നു. അതുകൊണ്ട് മകൻ അവിടെ ഹോസ്റ്റലിൽ തങ്ങി പഠിക്കാമെന്ന ഡിസിഷൻ എടുത്തതിന് പിന്നാലെ അവൻ അങ്ങോട്ട് താമസം മാറി. പിന്നീട് ആ വീട്ടിൽ ജനാർദ്ദനനും ഭാര്യലക്ഷ്മിയും അവരുടെ മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകൾക്ക് ക്ലാസ് തുടങ്ങാൻ ഇനിയും ദിവസങ്ങളേറെയാണ്. അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോഴായിരുന്നു അവർ 2 പേരും, അതായത് ലക്ഷ്മിയും അവരുടെ മകളും മാത്രം വീട്ടിലുണ്ടാകുന്ന ആ സമയത്തായിരുന്നു ആ പാഴടഞ്ഞ ബിൽഡിങ്ങിൽ നിന്നും ആരോ വിചിത്രമായി കരയുന്ന ശബ്ദം കേട്ടത്. എന്നാൽ അവിടെ നിന്നും കേൾക്കുന്ന ശബ്ദത്തിൽ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും കരച്ചിൽ ഒരുമിച്ചായിരുന്നു. അവർ 2 പേരും വിചിത്രമായി ജനവാതിലിലൂടെ ആ ബംഗ്ലാവിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചോദിച്ചു, ആരും താമസമില്ലാത്ത വീടാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താണ് അവിടെ നിന്നും ഒരു കരയുന്ന ശബ്ദം കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ മകൾ ചോദിച്ച ഉത്തരത്തിന് അമ്മ ലക്ഷ്മി പറഞ്ഞു, അത് നമുക്ക് ചിലപ്പോൾ തോന്നുന്നതാവാം, അല്ലെങ്കിൽ ഒരുപാട് കാലം പൂട്ടിയിട്ട റൂമല്ലേ, അപ്പോൾ അതിനകത്ത് ആരെങ്കിലും കയറി വെറുതെ തമാശക്കൊക്കെ നിലവിളിക്കുന്നതാവാം. ഇപ്പോഴത്തെ കാലത്ത് പയ്യന്മാർക്ക് ഇത്തരത്തിലുള്ള കൗതുകങ്ങൾ ഏറെയാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മി മകളെ സമാധാനിപ്പിച്ച് ബെഡ്റൂമിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അതിനുശേഷം വീണ്ടും ലക്ഷ്മി ആ ഒരു ജനവാതിലിനരികിൽ തന്നെ നിന്ന് ആ ബംഗ്ലാവിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ സമയത്തെല്ലാം ലക്ഷ്മിയുടെ മനസ്സിൽ എന്തോ ഒരു നെഗറ്റീവ് ചിന്ത കടന്നുകൂടിയിരുന്നു. എന്നാലും ആളൊഴിഞ്ഞ ആ ബംഗ്ലാവിനുള്ളിൽ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദമെന്നൊക്കെ ലക്ഷ്മി മനസ്സിൽ ഓർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ പെട്ടെന്ന് കൈ പുറത്തേക്കിട്ട് ജനവാതിൽ അടയ്ക്കാൻ നോക്കുമ്പോഴായിരുന്നു ആ ബംഗ്ലാവിൻ്റെ ഒരു കോറിഡോറിൽ 2 രൂപങ്ങൾ അവരെ തന്നെ നോക്കി നിൽക്കുന്നതായി കണ്ടത്.
പെട്ടെന്ന് ലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ ആ സ്ത്രീ അവിടെ തന്നെ നിശ്ചലനായി നിന്നു. തല മുതൽ കാല് വരെ ഒരു വല്ലാത്ത തരം വൈബ്രേഷൻ അവർക്ക് അനുഭവിച്ചുകൊണ്ടേയിരുന്നു. ഉറക്കെ ഒന്ന് ഒച്ച വയ്ക്കാൻ പോലും ആവാതെ ആ സ്ത്രീ ആ രൂപത്തെ തന്നെ നോക്കി നിൽക്കേണ്ടി വന്നു. പെട്ടെന്ന് സ്വബോധം വീണ്ടും കിട്ടിയതുപോലെ പെട്ടെന്ന് അവരുടെ മുന്നിലുള്ള ജനവാതിൽ ആ സ്ത്രീ കൊട്ടിയടച്ചു. അതിനുശേഷം ലക്ഷ്മി ചെന്ന് മകളുടെ റൂമിൽ തന്നെ കിടന്നു. ജനാർദ്ദനൻ വരാൻ അല്പം വൈകുമെന്ന ഫോൺ കോൾ ലഭിച്ചതിന് ശേഷമായിരുന്നു അവർ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറിക്കൊണ്ടിരുന്നത്. എന്നാൽ അന്നത്തെ ദിവസം പിന്നീട് അവർക്ക് വന്ന ഒരു ഫോൺ കോളിൽ അച്ഛൻ ഇന്ന് വരില്ല എന്ന ഒരു ഫോൺ കോളായിരുന്നു. അതായത് ജനാർദ്ദൻ ഇന്ന് ആ വീട്ടിലേക്ക് വരുന്നില്ല എന്ന ഒരു സന്ദേശമായിരുന്നു ലഭിച്ചത്. അദ്ദേഹം ഇങ്ങോട്ട് താമസം മാറിയതിന് ശേഷം ഇവിടുത്തെ ജോലി കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡേ നൈറ്റ് എല്ലാം അദ്ദേഹം ഓഫീസിൽ ചെലവഴിച്ചിട്ടായിരുന്നു ഓരോ ഫയൽസും അദ്ദേഹം പഠിച്ചിരുന്നത്. എന്നാൽ ലക്ഷ്മിക്ക് അന്നത്തെ രാത്രി എന്തെന്നില്ലാത്ത ഒരു ഭയം ഉടലെടുത്തുകൊണ്ടേയിരുന്നു. കണ്ണടച്ചിട്ടും ഉറക്കം വരാത്ത ഒരു തരം അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാലും ലക്ഷ്മി എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടാണ് ലക്ഷ്മി ഉണർന്നത്. എന്നാൽ ലക്ഷ്മി ഉണർന്ന ഉടനെ തന്നെ കട്ടിലിൽ കൈകൾ പരതി നോക്കുമ്പോൾ തൻ്റെ അടുത്ത് കിടന്ന മകളെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് പലയിടങ്ങളിലും തിരഞ്ഞു. ബാത്റൂമിലും കിച്ചണിലും ഹാളിലും അങ്ങനെ ആ വീടിനകത്തെ എല്ലാ ദിശകളിലും ലക്ഷ്മി തൻ്റെ മകളെ തിരഞ്ഞു. എന്നാൽ എവിടെയും ലക്ഷ്മിക്ക് മകളെ കാണാനായില്ല. അപ്പോഴാണ് ഹാളിലേക്ക് വന്ന ലക്ഷ്മി ആ വിചിത്രമായ കാഴ്ച കണ്ടത്. വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കുന്നു. അത് മാത്രമല്ല, ആ പ്രധാന വാതിലിലൂടെ ലക്ഷ്മി നോക്കുമ്പോഴായിരുന്നു തൻ്റെ മകൾ ആ ബംഗ്ലാവിൻ്റെ ആ വലിയ ഇരുമ്പ് വാതിൽ അല്ലെങ്കിൽ ആ വലിയ ഇരുമ്പ് ഗേറ്റ് ലക്ഷ്യം വെച്ച് അങ്ങോട്ട് നടക്കുന്നത് കണ്ടത്. പെട്ടെന്ന് ലക്ഷ്മി അവളെ തടയാനായി ആ വാതിലിനടുത്തേക്ക് പോകുമ്പോഴായിരുന്നു ലക്ഷ്മിക്ക് മുന്നിൽ വീടിൻ്റെ വാതിൽ അതിശക്തമായി ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞത്. അത് ലക്ഷ്മിക്ക് അല്പം വിചിത്രമായി തന്നെ തോന്നിയിരുന്നു. എന്നാൽ 5 മിനിറ്റിന് ശേഷം ആ വാതിൽ താനെ തന്നെ അവൾക്ക് മുന്നിൽ തുറന്നിരുന്നു. എന്നിട്ട് ലക്ഷ്മി ആ ബംഗ്ലാവിലേക്ക് മകളെ അന്വേഷിച്ച് നടന്നിരുന്നു. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം മകളെ എല്ലാ ഭാഗങ്ങളിലും നോക്കിയെങ്കിലും ലക്ഷ്മിക്ക് മകളെ ആ ബംഗ്ലാവിന് പുറത്തൊന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ബംഗ്ലാവിൻ്റെ ഇരുമ്പ് വാതിൽ ആരോ തുറക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടത്. തൻ്റെ മകളായിരിക്കുമോ എന്ന് കരുതി ലക്ഷ്മി ആ ഒരു ബംഗ്ലാവിൻ്റെ പടികൾ കയറി ചെന്നു. ആ കയറി ചെന്ന സമയത്താണ് ബംഗ്ലാവിൻ്റെ ആ വലിയ വാതിൽ ആരോ തുറന്നിട്ടിരിക്കുന്നു. എന്നിട്ട് ലക്ഷ്മി ഉറക്കെ അവളുടെ മകളെ വിളിക്കുകയുണ്ടായി. ആ സമയത്ത് അവളുടെ വിളിക്ക് ആ മകൾ വിളി കേട്ടിരുന്നു. അമ്മേ, ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന ഒരു ശബ്ദം കേട്ടതിന് പിന്നാലെ ലക്ഷ്മി ആ ശബ്ദം ചെന്ന ഭാഗത്തേക്ക് മകളെ അന്വേഷിച്ച് നടന്നു. എന്നാൽ ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ മകളെ കാണാനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വീണ്ടും മകളെ ഒന്നുകൂടി വിളിച്ചു. മോളെ, നീ എവിടെയാണ്? ആ സമയത്ത് കുറച്ച് അകലെ നിന്നും ഏകദേശം ഒരു 50 മീറ്റർ മാറിയിട്ട് വീണ്ടും അമ്മേ, ഞാൻ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് വരൂ എന്ന ഒരു ശബ്ദം കൂടെ കേട്ടു. വീണ്ടും ലക്ഷ്മി മകളുടെ ശബ്ദം കേട്ട വഴിയെ വീണ്ടും ചെന്ന് നോക്കുമ്പോൾ അവിടെയും ആ മകളെ കണ്ടിരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് മുകളിൽ നിന്നും അമ്മേ, ഞാൻ ഇവിടെയാണ്, ഇവിടേക്ക് വന്നാൽ എന്നെ കാണാമെന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് വീണ്ടും അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്താണ് ലക്ഷ്മി ഒരു കാര്യം ചിന്തിച്ചത്. മകൾ ഒരിക്കലും എന്നെ ഇത്തരത്തിലുള്ള രീതിയിൽ കളിപ്പിക്കാത്ത ഒരു കുട്ടിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ എന്നോട് പെരുമാറുന്നതെന്ന ഒരു ചിന്ത ലക്ഷ്മിക്ക് ഓരോ പടികൾ കയറുമ്പോഴും മനസ്സിൽ തികട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ മകളെ അന്വേഷിച്ച് എത്തിയതല്ലേ, എങ്ങനെയെങ്കിലും മകളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം എൻ്റെയല്ലേ. ഹസ്ബൻഡ് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയുമെന്നൊക്കെ ലക്ഷ്മിയുടെ മനസ്സിൽ ഉൾഭയങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്തകളെയൊക്കെ അവൾ മാറ്റിവെച്ച് മകളുടെ അടുത്തേക്ക് ചെന്നു. ആ സമയത്തായിരുന്നു ആ ഒരു സ്ത്രീ രൂപം അല്പം ദൂരെയായി നിൽക്കുന്നത് കണ്ടത്. അത് അവളുടെ മകളുടെ ശരീരപ്രകൃതിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അത് മകളാണെന്ന രീതിയിൽ ലക്ഷ്മി അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴായിരുന്നു പെട്ടെന്ന് ആ രൂപം അവളെ നോക്കി തിരിഞ്ഞു നിന്നത്. എന്നാൽ ആ സമയത്തായിരുന്നു ലക്ഷ്മി കണ്ട ഏറ്റവും ഭയാനകമായ കാഴ്ച അവിടെ കണ്ടത്. അത്
ലക്ഷ്മിയുടെ മകളായിരുന്നില്ല, പകരം ഒരു നിറഗർഭിണിയായ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ ദേഹമാസകലം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് മനസ്സിലാക്കാതെ ലക്ഷ്മി അവിടെ തന്നെ നിശ്ചലനായി നിന്നു. എന്നാൽ പെട്ടെന്ന് ലക്ഷ്മിക്ക് മുന്നിൽ ആ രൂപം മറയുകയുണ്ടായി. പെട്ടെന്നാണ് പുറമെ നിന്നും ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ട് ലക്ഷ്മി അങ്ങോട്ട് ചെന്നത്. ആ സമയത്ത് അത് ലക്ഷ്മിയുടെ ഭർത്താവ് ജനാർദ്ദനൻ അങ്ങോട്ടേക്ക് വന്നതായിരുന്നു. ലക്ഷ്മി ആ ബംഗ്ലാവിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് ജനാർദ്ദനൻ ചോദിച്ചു, നീ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്? ഈ രാത്രിയിൽ എന്തിനാണ് അതിനകത്തേക്ക് പോയത് എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ലക്ഷ്മി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോളെ തിരഞ്ഞാണ് ഞാൻ അങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ അപ്പോഴാണ് ലക്ഷ്മിക്ക് വിപരീതമായി ആ ഒരു സംഭവം നടന്നത്. അച്ഛൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് ഉള്ളിൽ നിന്നും ലക്ഷ്മിയുടെ മകൾ പുറത്തേക്ക് വന്ന് ചോദിച്ചു, അച്ഛൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് എന്തുപറ്റി എന്ന മട്ടിൽ ആ അച്ഛനോട് ചോദിച്ചു. ആ ഒരു കാഴ്ച കണ്ട് ലക്ഷ്മി അവിടെ അറിയാതെ തന്നെ നിലത്ത് ഇരുന്നു പോയിരുന്നു. ആ സമയത്ത് ജനാർദ്ദനൻ ലക്ഷ്മിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുകയുണ്ടായി. ആ സമയത്തായിരുന്നു അവർ 3 പേരും ആ ഒരു ശബ്ദം ഒരുമിച്ച് കേട്ടത്. ആ ഒരു ബംഗ്ലാവിൽ നിന്നും 2 പേർ ആർത്ത് കരയുന്ന രീതിയിലുള്ള ഒരു വിചിത്രമായ ശബ്ദം അവരെ തേടി വന്നത്. എന്നാൽ അതിന് ചെവി കൊടുക്കാതെ അടുത്ത ദിവസം പുലർച്ചെ തന്നെ ലക്ഷ്മിയും ജനാർദ്ദനനും മകളെയും കൂട്ടി അടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് ആ ഒരു ബംഗ്ലാവിൻ്റെ മുഴുവൻ കഥയും മനസ്സിലാക്കുന്നു. പണ്ടുകാലത്ത് അച്ഛനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു മകൻ തൻ്റെ അച്ഛന് വേണ്ടി പണിത ഒരു ബംഗ്ലാവായിരുന്നു അത്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ്. ഈ കഥ എൻ്റെ ഫോളോവർ അനുഭവിക്കുന്നത് ഏകദേശം 2016-17 കാലഘട്ടത്തിലാണ്. ഏകദേശം 25 വർഷം മുന്നേ നടന്ന കഥ എന്ന് പറയുമ്പോൾ 1980കളിലോ 90കളിലോ ഒക്കെ ഉള്ള കഥയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ആ സമയത്ത് തൻ്റെ അച്ഛന് വേണ്ടി പണിത ഈ ബംഗ്ലാവിലേക്ക് അച്ഛനും മകനും താമസമായതിനു ശേഷം അവിടെ ഒരു സ്ത്രീ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുക്കള ജോലിക്കും വീട്ടുകാര്യങ്ങൾക്കും വേണ്ടി ഒരു വേലക്കാരിയെ അച്ഛന് വേണ്ടി നിയമിച്ചു. എന്നാൽ ആ വേലക്കാരിക്ക് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. വലിയ പണക്കാരനാണെന്ന ഹുങ്കില്ലാതെ ആ മകൻ ആ വേലക്കാരിയുടെ മകളെ കല്യാണം കഴിക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി ഗർഭിണിയായി. ആ സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണത്തിന് കീഴടങ്ങിയത്. പിന്നീട് അദ്ദേഹവും ആ ഒരു വേലക്കാരിയും ആ വേലക്കാരിയുടെ മകളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയോ അസുഖം കാരണം മുന്നേ ഉണ്ടായിരുന്ന വേലക്കാരി ഏതോ ഒരു ചികിത്സയ്ക്ക് വേണ്ടി അവിടെ നിന്നും പോയ സമയത്താണ് ആ ഒരു ഗർഭിണിയായ തൻ്റെ മകൾ അതിദുരൂഹമായി കൊല ചെയ്യപ്പെട്ടത്. ഏകദേശം നിറഗർഭിണിയായിരിക്കെ ആ സ്ത്രീ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം തന്നെ ഇതിൽ മനം നൊന്ത അവളുടെ ഭർത്താവും ആ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് കഥ. അതിനുശേഷം ആ ഒരു വീട്ടിലേക്ക് ആരെങ്കിലും താമസിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന പലർക്കും ഉണ്ടായ വിചിത്ര കാഴ്ചകൾ അനേകമാണ്. അതുകൊണ്ടായിരുന്നു ആ ഒരു ബംഗ്ലാവിന് മുന്നിലെ ഈ വീട്ടിലേക്ക് അങ്ങനെ ആരും താമസത്തിന് വരാതിരുന്നത്. പിന്നീട് അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിട്ട് ഏറ്റെടുത്തതിന് ശേഷം അങ്ങോട്ട് എത്തിയിരുന്നത് ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു എന്നാണ് അവിടെ നിന്നും അറിയാൻ പറ്റിയ ആ ഒരു വിചിത്ര കഥ. പിന്നീട് ജനാർദ്ദനനും ഭാര്യ ലക്ഷ്മിയും മക്കളും ആ ഒരു വീട്ടിൽ കഴിഞ്ഞില്ല. അവർ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എപ്പോഴാണോ നേരിട്ട് അനുഭവിക്കുന്നത് അതുവരെ ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ ഈ കേട്ട കഥകൾ മുഴുവൻ വിചിത്രമായ കഥകളാണ്, അല്ലെങ്കിൽ കെട്ടുകഥകളാണ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.